നമ്മുടെ വീട്ടിലൊക്കെ വിഷു എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ വിഷുക്കട്ടയാണ്. വിഷുക്കട്ടയില്ലാതെ ഒരു വിഷു ആഘോഷിക്കുക എന്നുള്ളത് ചിന്തിക്കാനേ പറ്റില്ല. അത് കഴിക്കുമ്പോൾ ആണ് നമുക്ക് മനസ്സിലൊരു വിഷു അങ്ങോട്ട് ഇറങ്ങുക എന്ന് പറയും, തൊണ്ടയിൽ കൂടെ അങ്ങനെ. അതുപോലത്തെ ഒരു അല്ലെങ്കിൽ ഹൃദയത്തിലൊക്കെ ഒരു നിറയുക എന്ന് പറയുന്നത് വിഷുക്കട്ട കഴിക്കുമ്പോഴാണ്. അപ്പോൾ എൻ്റെ അച്ഛനും എനിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു വിഭവം കൂടിയാണ് വിഷുക്കട്ട. ഞാൻ ഏറ്റവും കൂടുതൽ വിഷുക്കട്ടയോടൊപ്പം കഴിക്കുന്നത് കായം പയറൊക്കെ കൂട്ടിയിട്ടാണ്. കായം പയറും എരിശ്ശേരി അല്ലെങ്കിൽ അതിൻ്റെ അങ്ങനത്തെ ഇതൊക്കെ കൂട്ടിയിട്ടാണ്. പക്ഷെ പിന്നീട് ഈ പറഞ്ഞ പോലെ ശർക്കരപ്പാനിയൊക്കെ ഞാൻ വലുതായതിന് ശേഷമാണ് കൂടുതൽ കഴിച്ചു തുടങ്ങിയത്. അപ്പോൾ അത് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഞങ്ങളിന്ന് വിഷുക്കട്ടയും ശർക്കരപ്പാനിയും പിന്നെ ഈ പറഞ്ഞ പോലെ കായം പയറൊക്കെ ഉണ്ടാക്കാന്നുള്ള ഒരു പ്ലാനിൽ തന്നെയാണ്. ചാനൽ തുടങ്ങിയിട്ട് നമ്മളിപ്പോൾ 1-2 വിഷുവൊക്കെ നമ്മൾ ചാനലിലൂടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ വിഷുക്കട്ട കാണിച്ചപ്പോൾ എന്തൊരു വിഷുക്കട്ട എന്നുള്ള രീതിയിൽ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലെവിടെയും അല്ലെങ്കിൽ വിഷു ആഘോഷിക്കുന്ന എല്ലായിടത്തും വിഷുക്കട്ട ഉണ്ടെന്നുള്ളതായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലാവണേ അവിടെ ഒന്നും വിഷുക്കട്ടില്ല എന്നുള്ളത്. അപ്പം ഞാൻ ആലോചിക്കുക എങ്ങനെയാണ് നിങ്ങൾ വിഷുക്കട്ടിലാണ് വിഷു ആഘോഷിക്കണതെന്ന്. കാരണം വിഷു പൂർണ്ണമാവണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിഷുക്കട്ട ഉണ്ടായേ പറ്റൂ. അപ്പോൾ എന്തായാലും ഇന്ന് വിഷുക്കട്ടയുടെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് പറയാം. അമ്മയുടെ വിഷുക്കട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് എന്നാൽ വീഡിയോയിലേക്ക് കടക്കാം. എത്ര ഗ്ലാസ് അരി എടുക്കണേ? 2 അല്ലേ? ഇതിപ്പോൾ 2 ഗ്ലാസ് അരിയാണ് എടുത്തുള്ളത്. 2 ഗ്ലാസ് അരി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് 3 പേർക്ക്, അതല്ലെങ്കിൽ 4 പേർക്കൊക്കെ ഏകദേശം തികയുമെന്നാണ് അമ്മ പറയണത്. അല്ലേ അമ്മ? ഇത് ചൂടുവെള്ളം. എന്തിനമ്മ ചൂടുവെള്ളം എടുക്കണേ? ശരി. നമ്മൾ എടുക്കുന്ന അരി ഏതെന്ന് പറഞ്ഞില്ലല്ലോ അല്ലേ? ഉണക്കലരിയാണ് വിഷുക്കട്ടയ്ക്ക് എടുക്കുക അല്ല അമ്മ? അങ്ങനെ നാളികേരം ചെരുകാനായിട്ട് ദീപ തയ്യാറെടുക്കുകയാണ്. ഇത് നല്ല നാളികേരം കേട്ടോ അല്ലേ? നല്ല അടിപൊളി വെള്ളമൊക്കെ ഉള്ള നാളികേരം. പൂവാണ് കുടിക്കല്ലേ. 2 തട്ടിനതായല്ലോ അല്ലേ? കിട്ടില്ല. വേണോ നിനക്ക്? വേണോ? വേണ്ടേ? നീ കുടിക്കടി പോരെ. എനിക്കൊരു കാര്യം ചെയ്യാം, 1 ലോഡ് പഞ്ചസാര കലക്കി തരാം. അപ്പം 2 നാളികേരമാണ് നമ്മൾ ഈ വിഷുക്കട്ടയ്ക്ക് എടുക്കണം. ചെറിയ അങ്ങോട്ട് തുടങ്ങിക്കോളൂ, ബാക്കിയുള്ള നീ തന്നെ എടുത്തോളേ. മണപ്പിക്കാൻ. ഓ എന്താ ഒരു മാങ്ങയുടെ മണം. ഹായ്, അത് അവിടെ നിന്ന് അരിയുമ്പോൾ തന്നെ കിട്ടേണ്ടത്. ഇത് 2 നാളികേരത്തിൻ്റെ പാലത്? ഒന്നാം പാല് എത്ര ഉണ്ടാവുള്ളൂ അല്ലേ? അവിടെ കുട്ടിച്ചാലോ? ദീപ കുട്ടിച്ചാലോ? അതോടെ വിഷുക്കട്ട തീർന്നു. ഇനി മിക്സിയിലിട്ട് അടിച്ചിട്ട് 2ാം പാൽ എടുക്കൂല്ലേ? വാവ്, 2ാം പാല് കുറേ ഉണ്ടല്ലോ അല്ലേ? 2 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് 2ാം പാൽ അല്ലേ? ഇത് കറക്റ്റ് 6 ഗ്ലാസ്. കറക്റ്റ് 6 ഗ്ലാസ് അല്ലേ? ഇതിലാണ് അരി ഇടാൻ പോണത്. എത്ര വിസിൽ വേണം?
ഒറ്റ വിസിലോട്ട് വേവില്ലേ? വെള്ളം കൂടുതൽ വേണമെങ്കിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക അല്ലേ? അതെപ്പോഴും ചേർക്കുക അപ്പോൾ? ആ ഒരു വിസിലടിച്ചിട്ട് പിന്നെ ഓപ്പൺ ആക്കി വെച്ചിട്ട് വേവിക്കില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. നല്ല കുഴമ്പ് പരുവായിട്ടല്ലേ? ഈ ഒരു പരുവായിട്ട് വരണം, നല്ലപോലെ വെന്തോട്ടല്ലേ? അപ്പോൾ രണ്ടാം പാലിൽ അരി വെന്ത് കഴിഞ്ഞു. ഒരു സ്പൂൺ ജീരകവും പിന്നെ ഒന്നാം പാലും അല്ലേ, അത് ഇതിലേക്ക് ഒഴിക്കുക അല്ലേ? എത്ര ഉപ്പ്? ഒരു സ്പൂൺ. ഇത് അര സ്പൂണല്ലേ? അര ഉപ്പ്, 1 ടീസ്പൂൺ ഉപ്പ് ഇട്ടു അല്ലേ? ഉപ്പ് നോക്കിയിട്ട് ഇടാം അല്ലേ? നല്ല പോലെ ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കുക. എന്നിട്ട് പാല് വറ്റി കുറുകി വരണം അല്ലേ? കുറുകാനൊന്നും ഇല്ലല്ലേ? പെട്ടെന്നാവൂലേ? എത്ര സമയം പിടിക്കും? 10 മിനിറ്റ് എടുക്കും. അപ്പോൾ ഇത്രയും സിമ്പിളാണ് വിഷുക്കട്ട ഉണ്ടാക്കാൻ. ഇപ്പോൾ തന്നെ കുറുകിയില്ലേ? ഇത് നേരെ ഒരു വാഴയിലേക്കാണ്ട് പരത്തിയാൽ മതി, അത്രേ ഉള്ളൂ. അപ്പോൾ വിഷുക്കട്ട പരത്തി വെക്കാനുള്ള ഇലയാണിത്. ഇത് കഴുകിയെടുക്കണം. വാഴയിൽ വെച്ചു. ഞമ്മ നിരത്തിക്കോ. ഇത് കിണ്ണത്തിലും ആക്കാട്ടോ. ഇതുപോലെ വാഴല വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് കിണ്ണത്തിലും ചെയ്യാം. അപ്പോൾ കുറേ കൂടിയും പെർഫെക്റ്റ് ഷേപ്പായിട്ട് കിട്ടും അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മുടെ വിഷുക്കട്ട റെഡി ആയിരിക്കുകയാണ്. ഒരു 10-15 മിനിറ്റ് ഫാനൊക്കെ ഇട്ട് വെച്ചപ്പോൾ സംഗതി നന്നായിട്ട് തണുത്ത് കട്ട പോലെ. ഇനി അതിങ്ങനെ മുറിച്ചെടുക്കുക. കറക്റ്റായിട്ട് തണുക്കാതെ കട്ടയാവാതെ മുറിച്ച് കഴിഞ്ഞാൽ ആകെ കൊളാവും. അപ്പോൾ മുറിക്കുന്നതിന് മുമ്പ് അതൊന്ന് ശ്രദ്ധിക്കുക. ഇത് ശരിക്കും 3-4 ആളല്ല കേട്ടോ, അതിൽ കൂടുതൽ കഴിക്കാം. അപ്പോൾ നമ്മുടെ ശർക്കര പാനിക്കുള്ള ശർക്കര തിളച്ച് ഉരുകി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചത് ചേർക്കല്ലേ? ഒരു നുള്ളു മതി. ഒരുപാട് ഏലക്കായുടെ ഫ്ലേവർ ആയാലേ കുത്തടിക്കും. ചില ആൾക്കാർ ഇതിൽ ചുക്കൊക്കെ ചേർക്കാറുണ്ട്. എന്തെങ്കിലും അസുഖമുള്ളപ്പോൾ അല്ലാണ്ട് ചുക്കിൻ്റെ ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടമല്ല. ഇതിലിപ്പോൾ കുറച്ച് വെള്ളം കൂടുതലാണ്. അപ്പോൾ വേണമെങ്കിൽ ഒരു ശർക്കര കൂടി ഇടാം. കുറച്ചുകൂടി കട്ടിയുള്ള ശർക്കര പാനി ആയിക്കോട്ടെ. കുറച്ച് കറിവേപ്പില ഇട്ടാലോ? ശർക്കര പാനിയിലേ എടുത്തേ? എൻ്റെ ദീപൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണല്ലേ? എത്രാമത്തെ? 10 കൊല്ലമായി ഞാൻ നിന്നെ തീറ്റിപ്പോയിട്ട്. ഇത് തന്നെ ദീപം എത്ര വേണമെങ്കിലും കോരി കുടിച്ചോളൂ. അതേ ഗ്ലാസ് കൊണ്ടുവന്നുണ്ട്. ഇത് മതി, ഇത് കുറച്ച് ലൂസായിക്കോട്ടെ. മാങ്ങച്ചാർ ഉണ്ടാക്കാൻ പോകണം. ഓൾറെഡി കാണിച്ചിട്ടുള്ള റെസിപ്പിയാണ്, എന്നാലും ഒന്നുകൂടെ ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ ആദ്യം കുറച്ച് നല്ലെണ്ണ ഒഴിക്കുക. ഇത്രയും കടുക് അങ്ങോട്ട് പൊട്ടിച്ചിരുമ്പോൾ 4 പച്ചമുളക്, വെളുത്തുള്ളി എത്ര? വെളുത്തുള്ളി ഒരു 5-8 അല്ലി. ഇഞ്ചി ഒരു കഷ്ണം. അതെല്ലാം കൂടി ഇതിലേക്കാണ് ഇടാം. മതി നക്കിയത് എന്തോരം നേരമായി? അങ്ങേ ഈ മറ്റേ ശർക്കര പാനി എല്ലാം കൂടി വയറുള്ളതോ നിനക്ക്? എന്നൊക്കെ ശർക്കര പാനി ഉണ്ടാക്കിയാലും ദീപിൻ്റെ പ്രധാന പണി ഇതാ. മുളക് ഇത് കാശ്മീരിയ കാവനവൻ്റെ എരിവനുസരിച്ച് ചേർക്കുക. അപ്പം അമ്മ ചേർക്കണത് ഒരു ലോഡായിരിക്കും. അതെ, ഒരു 2-2.5 ടേബിൾ സ്പൂൺ ഉണ്ടാവും അല്ലേ? എന്നിട്ട് അതങ്ങോട്ട്
ഇതിൻ്റെ കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിം ആക്കിയില്ലേ. ഒരല്പം കായപ്പൊടി. ഓ ലോഡ് എണ്ണയല്ലേ, ഇത്ര വേണമല്ലേ. ഈ മാങ്ങ ഇടാന്ന് ഇപ്പോൾ 2 ടീസ്പൂൺ. അതവിടെ തൽക്കാലം വെക്കി ദീപോ. 2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് മാങ്ങയിൽ. 2 മാങ്ങയാണ് നമ്മൾ എടുത്തുള്ളത്. അതിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഉപ്പൊക്കെ ചേർത്ത് ഇളക്കാം. കറിവേപ്പില കേട്ടോ. ഇത് പോരാ അല്ലേ, കുറച്ചുകൂടി വേണം. ഓക്കെ, അടിപൊളി മാങ്ങച്ചാറായിട്ട് കിട്ടിയിട്ട്. ഇത് എത്ര നേരം ഇടണം, വേവണ? ഇനി ഇതിലെന്താ ചേർക്കുമോ? ദീപം നോക്കിയാൽ ടേസ്റ്റ് നോക്കിയിട്ട്. അത് അമ്മ മറന്നതാണ്, കുക്കിങ്ങിൻ്റെ ശ്രദ്ധയിലേ മറന്നു. ഇപ്പം അടങ്ങല്ല എങ്ങനെ? ദീപോക്കടി ഉണ്ട്. അയ്യോ, എരിവൊന്നും ഇത്ര മതി. വല്ലാണ്ട് എരിവുപ്പായിട്ട് എന്ത് ചെയ്യാനും. കുറച്ച് മുളക് പൊടി കൂടെ കുറച്ച് ചേർത്തോ അമ്മ. മതി അല്പം സ്വർക്ക. വാവ്, വാട്ട് എ മാംഗോ പിക്ക്. സൂപ്പറായിട്ടുണ്ട് അല്ലേ? മതി മതി മതി, ഒരു പീസ്. ശർക്കര പാൻ ഒഴിക്കട്ടെ ദീപ? പോരെ, അവിടെ ഇരിക്കും. വാവ്, അടിപൊളി ബിസ്ക്കട്ടുണ്ട്. അങ്ങനെ ശർക്കര പാനി കൂട്ടി കഴിക്കുമ്പോൾ അല്ലേ? കുറച്ചും കൂടി ശർക്കര പാനി വെച്ചിട്ട് ഇപ്പോൾ ഒരു ഇത്തിരി സ്വല്പം ശകലം മതിക്കാം. യെസ്, ശരിക്ക് അടിപൊളിയാണ്. ശർക്കര പാനില്ലേ? അപ്പോൾ പായസം ഇങ്ങനെ പറഞ്ഞേ അല്ലേ? തന്നെ ഈ ശർക്കര പായസത്തിൽ എന്തൊക്കെ ചേർക്കാം? ഉണക്കലരി, നാളികേരപ്പാല്, ശർക്കര, ജീരകം. ഇല്ല, അത് ശരി. ആ, അത് മാത്രമില്ലാത്തുള്ളതിൽ എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷുക്കടയുടെ കൂടെ എരിശ്ശേരി കൂട്ടി അച്ചാറൊക്കെ കൂട്ടി കഴിക്കണം. ആ ഇട്ടോ കേട്ടോ, വലുതന്നെ നോക്കിട്ടോ. ആ എരിശ്ശേരി ഇട്ടോ പോണേ. മതി മതി മതി. കുറച്ച് മാങ്ങച്ചാറ് ഈ സൈഡിലിട്ടോ, അവിടെ കിടന്നോട്ടെ. ഒരു പപ്പടം വെച്ചോ. ഓ, നല്ല ചൂടുണ്ടിട്ടോ എരിശ്ശേരി. അടിപൊളി. എരിശ്ശേരിയുടെ റെസിപ്പി നമ്മൾ പല വീഡിയോയിലും ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഉൾപ്പെടുത്താത്തത്. ഓക്കെ, ഒരു ശകലം മാങ്ങച്ചാറ് കൂടി വെച്ചിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് ചോറുന്ന പോലെ അവിടെ പിടി പിടിയാക്കി തന്നെ കഴിക്കും. സ്വർഗം. ഒത്തിരി മാങ്ങച്ചാറും എരിശ്ശേരിയും കൂടി കഴിച്ചു.
കഴിച്ചോക്ക് കഴിച്ചോക്ക് അമ്മ കഴിച്ചു തുടങ്ങി അങ്ങനെ ഉണ്ട്. എനിക്ക് ഇഷ്ടമായത് ഇതാ. ശർക്കര പാനി ആ, അത് മധുരത്തിൻ്റെ ആളായോണ്ടാ. എനിക്ക് അതാ ഇഷ്ടമായത്. അങ്ങനെ കഴിച്ചോ. അമ്മയ്ക്ക് അത് ഇഷ്ടമായാലേ? രണ്ടും അല്ലേ? എനിക്കും രണ്ടും ഇഷ്ടമാവണ്ടല്ല, പക്ഷെ എൻ്റെ ഫേവറേറ്റ് വിഷുക്കട്ടയോടൊപ്പം ഈ എരിശ്ശേരി അച്ചാറും പപ്പടം കൂട്ടി കഴിക്കാനാണ്. പിന്നെ ഡാഡിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ചിക്കനും ഞാൻ കഴിക്കാറുണ്ട്. അടിപൊളിയാണ്. ഒരു ശകലം മാങ്ങച്ചാർ കൂടി എടുക്കാം. വലിയ കുറേ നേരം വെച്ചിട്ട് ഒരു 2 വർഷം വിഷുക്കട്ട കൂടി വെച്ചാൽ അതാണ് കൊട്ടിക്കുക. ഇപ്പോൾ നോക്കണ്ട. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ? അത് ഇത്തിരി എരിശ്ശേരി ഇട്ട മോളെ. എരിശ്ശേരിയുടെ പോരണില്ലടി, കുറച്ചും കൂടി ഇട്ട്. മതി. ഇച്ചിരി മാങ്ങച്ചാറും കൂടി ഇട്ട്. അത് മതി. മാങ്ങച്ചാർ ഇത്തിരി കൂടി വേണം. ഒരു പപ്പടം. അമ്മേ അടിപൊളിയായിട്ടോ. വിഷുവിന് മുമ്പ് തന്നെ ഇങ്ങനെ വിഷുക്കട്ട കഴിക്കാൻ കാരണമായത് നിങ്ങൾ റെസിപ്പി ചോദിച്ചോണ്ടാണ്. അപ്പോൾ താങ്ക് യു. ഇഷ്ടപ്പെട്ട 3 വയസ്സ് 3 ദിവസം കഴിച്ചു അല്ലേ? അപ്പോൾ ഇഷ്ടമില്ലാത്ത ദീപ് വരെ 3 ദിവസം കഴിച്ചു. വീഡിയോ ആണോ? ആ അച്ചാറ് രക്ഷയില്ലേട്ടമ്മ. നല്ല ടേസ്റ്റ് ആയിരുന്നു അച്ചാർ. അച്ചാറ് വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി വെക്കാം. അവിടെ കൊടുക്കണ്ട ചിപ്പിക്കാം, കുറച്ച് ചിപ്പി കൊടുക്കാം. അപ്പോൾ എല്ലാവരും വിഷുക്കട്ടൊക്കെ ഉണ്ടാക്കി നോക്കാം അല്ലേ? വിഷു അടിപൊളിയാവട്ടെ. ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരയ്ക്കും ബൈ.